വയനാട് ദുരന്ത നിവാരണ ഫണ്ട് കള്ളക്കണക്കുണ്ടാക്കി തട്ടിയെടുക്കാനുള്ള LDF സർക്കാരിന്റെ നീക്കത്തിനെതിരെയും അടിയന്തര സഹായം നൽകാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരെയും പുളിങ്ങ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധ പ്രകടനവും യോഗവും പുളിങ്ങോത്ത് നടന്നു. DCC നിർവാഹക സമിതി അംഗം KK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷനായി. എല്ലാത്തിനും കോടിക്കണക്കിന് രൂപയാണ് ചെലവെഴുതി സർക്കാർ വെട്ടിപ്പ് നടത്തുന്നത്. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾ പൈസ തരാൻ തയ്യാറാണ്. VD സതീശൻ അദ്ദേഹത്തിന് 1 മാസം ശമ്പളം കൊടുത്തു. പെരിങ്ങോത്ത് നിങ്ങൾക്കറിയാം, പെരിങ്ങോത്ത് നമ്മുടെ ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി വന്നപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് നമ്മുടെ പ്രിയങ്കരനായ കാസർഗോഡിന്റെ MP രാജമോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ 1 മാസത്തെ ശമ്പളം 1 ലക്ഷം രൂപ കൊടുത്തു. കേരളത്തിലെ പ്രതിപക്ഷ MLA കൊടുത്തു, കർണാടകയിലെ മന്ത്രിമാർ കൊടുത്തു, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ കൊടുത്തു, ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും കൊടുത്തു. എന്നിട്ട് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഇത് സുതാര്യമായിരിക്കണം, ഞങ്ങൾ തരുന്നത് വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാനാണ്, അവർക്ക് വീട് വെക്കാനാണ്, അവിടെ വയനാടിന്റെ പാക്കേജ് ഉണ്ടാവണം, ആ വയനാടിലെ വ്യാപാരികൾക്ക് അവിടെ വ്യാപാര കേന്ദ്രം ഉണ്ടാക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എല്ലാം സമ്മതിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി എന്താ ചെയ്തതെന്ന് നമ്മൾ ഇന്നലെ മാധ്യമങ്ങളുടെ പുറത്തു വന്നില്ലേ? ഇന്നിപ്പോ മുഖ്യമന്ത്രി പറയുന്നത് അത് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടാൻ ഞങ്ങൾ കള്ളക്കണക്ക് എഴുതി വിട്ടതാണ്. ഒരു മുഖ്യമന്ത്രിക്ക് യോജിച്ച സംസാരമാണോ അദ്ദേഹം നടത്തിയത്? റിയാസും പറയുന്നു അത് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ മുൻകൂർ എഴുതിയാന്ന് പണ്ട് ഉമ്മൻചാണ്ടി ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണോ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുക? കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ദുരന്തത്തിന്റെ മറവിലും വെട്ടിപ്പ് നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇതുവരെ കേരളം കണ്ടിട്ടില്ല.